ഹായ് ഫ്രണ്ട്സ്, ദീപ ഡൽഹി ഡയറിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇവിടെ നമുക്ക് മുട്ടയും അതുപോലെ ബ്രൊക്കോളിയും വെച്ച് എങ്ങനെ ഒരു സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ 300 ഗ്രാമോളം ബ്രൊക്കോളിയാണ് എടുത്തിരിക്കുന്നത്. 4-5 മുട്ടയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രൊക്കോളി ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒരു പച്ചക്കറിയാണ്. ഇതിൽ വിറ്റമിൻസുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലോട്ട് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഒരു 2-3 സ്പൂണ് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. റിഫൈൻഡ് ഓയിലാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറുതായി മുറിച്ചത് അതിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് സവാള 2 സവാളയുണ്ട് ഇതിൽ, അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ നമുക്കതിലോട്ട് ചതച്ച മുളക് പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണോളം ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ബ്രൊക്കോളി ഞാൻ ആദ്യം തന്നെ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചുടുവെള്ളത്തിലെല്ലാം നല്ലതുപോലെ കഴുകി ആ ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ഒരു 300 ഗ്രാമോളം ബ്രൊക്കോളി ഉണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ജസ്റ്റ് ബ്രൊക്കോളി വേവാനായിട്ട് 1 സ്പൂണോളം ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരു ഡക്കൺ ഉപയോഗിച്ച് അടച്ചു വെച്ച് തന്നെ നമുക്ക് ബ്രൊക്കോളി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബ്രൊക്കോളി തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരുവിധം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു ഡക്കൺ ഉപയോഗിച്ച് അടച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരുവിധം തന്നെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി ബ്രൊക്കോളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ബ്രൊക്കോളിയൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം 4-5 മുട്ട ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മിക്സ് ചെയ്തിട്ട് അത് ഇതിലോട്ട് ചേർത്ത് ബ്രൊക്കോളിക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മുട്ടയും ബ്രൊക്കോളിയും കൂടിയുള്ള സ്റ്റിർ ഫ്രൈ ചോറിൻ്റെ കൂടെ, തോരൻ ഐറ്റം, ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വേർഷനാണ്. ഇപ്പോൾ നമ്മുടെ ബ്രൊക്കോളി എഗ്ഗ് സ്റ്റിർ ഫ്രൈ റെഡിയാണ്. തീർച്ചയായും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ഹൈപ്പ് കൂടെ തരാനും മറക്കരുത് കൂട്ടുകാരെ.